29th June 2024. ഒരു ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മൾ ഒരുപാട് സന്തോഷിച്ച് ആഹ്ലാദിച്ച ഒരു ദിവസമായിരുന്നു അത്. ആ രാത്രി നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കുകയില്ല. ക്ലാസിന്റെ ഉശിരിൽ വേൾഡ് കപ്പ് ഉയർത്തുമെന്ന് സൗത്ത് ആഫ്രിക്ക പ്രതീക്ഷിച്ചുവെങ്കിലും അതിന് മറുപടിയായി ഹർദിക് പാണ്ഡ്യ താനെറിഞ്ഞ രണ്ടാമത്തെ സ്പെല്ലിൽ ക്ലാസിനെയും മടക്കി അയച്ച് വേൾഡ് കപ്പ് നമ്മുടെ ക്യാബിനറ്റിലേക്ക് എത്തിച്ച ദിവസം. 13 വർഷമാണ് ടീം ഇന്ത്യ ഒരു വേൾഡ് കപ്പിനായി കാത്തിരുന്നത്. 2013 ചാമ്പ്യൻസ് ട്രോഫി ആയിരുന്നു അവസാനത്തെ വലിയ ICC കിരീടം. അതിനുശേഷം 5 ഫൈനലുകൾ നമ്മൾ തോറ്റു. ആദ്യം 2014 ശ്രീലങ്കയോടാണ് T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ തോറ്റത്. പിന്നെ തോറ്റത് 2017 പാകിസ്ഥാനോട് ഒരു ഫൈനലായിരുന്നു, അത് ചാമ്പ്യൻസ് ട്രോഫിയിൽ. പിന്നെ തോറ്റത് 2021 WTC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ന്യൂസിലൻഡിനോട്. അതിനുശേഷം 2023 WTC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഓസ്ട്രേലിയയോട്. അതേ ഓസ്ട്രേലിയയോട് തന്നെ നമ്മൾ 2023 വേൾഡ് കപ്പും അടിയറവ് വെച്ചു. ഈ 5 ഫൈനലുകൾ തോറ്റത് തന്നെയാണ് ലോക കിരീടത്തിന് വേണ്ടിയുള്ള നമ്മൾ കാത്തിരിപ്പിന് നീളം കൂടുവാനും കാരണം. ഒരുപാട് നല്ല ഓർമ്മകളാണ് ആ ഒരു വേൾഡ് കപ്പിലൂടെ നമുക്ക് ലഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ഇന്ത്യൻ ബൗളർ ഒരു വേൾഡ് സ്റ്റേജിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഏൺ ചെയ്യുന്നത് ജസ്പ്രീത് ബുംറ. അദ്ദേഹത്തിന്റെ സ്പെല്ലുകളെല്ലാം അത്രമേൽ ഗംഭീരമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ മത്സരത്തിലും തനതായ ശൈലിയിൽ തന്റെ ശക്തി ഏറെ പുറത്തെടുത്ത് തന്റെ മാക്സിമം എഫേർട്ട് കൊടുത്ത് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ 100% ഇട്ട ഒരു ടൂർണമെന്റ് ആയിരുന്നു 2024 T20 വേൾഡ് കപ്പിൽ. പാകിസ്ഥാന് എതിരുള്ള ആദ്യ മത്സരം മുതൽ ദക്ഷിണാഫ്രിക്കെതിരുള്ള അവസാന മത്സരം വരെ ജസ്പ്രീത് ബുംറ അജയ്യനായി തുടർന്ന ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇനി പറയാനുള്ളത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ കുറിച്ചാണ്. വാട്ട് എ ക്യാപ്റ്റൻ ഹി ഈസ്. ഹി ബിക്കേം ദ തേർഡ് ഇന്ത്യൻ ക്യാപ്റ്റൻ ടു വിൻ എ വേൾഡ് കപ്പ് ആഫ്റ്റർ കപിൽ ദേവ് ആൻഡ് MSD. Rohit Sharma as a captain, as a power hitter, and his game plans, everything works really well. And the coach was also so good. He was so supportive to the captain. Thank you, Rahul Dravid, for being such a kind, such a cool, and such a composed man there with that entire crew. Then thank you to Virat Kohli for that 72 in the final. Thank you to Akshar, Jadeja, Kuldeep. Thank you to Rishabh Pant. Thank you to Dubey. Thank you to the big all-rounder Hardik Pandya for picking the wicket of Henrik Larsson. And very much thankful to Arshdeep, who swings the ball really well with the new ball and who bowls a terrific over in the death overs also to support Bumrah and Hardik. Suryakumar Yadav, always the consistent one in the middle order, in the top order. Thank you so much. This all made us the dream come true, and we are so happy to win that championship in the end. Thank you, India, once again.